തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ കുട്ടിയെ ഇരുട്ടുമുറിയിലിരുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥി സംഘടന നേതാക്കൾക്കെതിരെ കേസെടുത്തു. 8 പേർക്കെതിരെയാണ് കേസെടുത്തത്. സംഭവത്തിൽ സ്കൂളിനെതിരെ തൃക്കാക്കര പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. സൂര്യശ്രീ കൊച്ചിൻ ചെയ്യുന്നു. സൂര്യ, ഒരു വിഷയത്തിന് ആധാരമായ സംഭവത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. ആ വിഷയത്തിൽ സ്വാഭാവികമായി പ്രതികരിച്ചവർക്കെതിരെ കേസ്. ഈ കേസിന് ഇരട്ടത്താപ്പിൽ പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? വിവരങ്ങൾ എന്താണ്? സുഹൈൽ, ഇന്നലെയാണ് കൊച്ചി തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടിയെ സ്കൂളിലെത്താൻ 5 മിനിറ്റ് വൈകിയെന്ന് ആരോപിച്ച് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ 2 റൗണ്ട് ഓടുകയും തുടർന്ന് ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുത്തുകയും തുടർന്ന് TC നൽകി വിടുമെന്ന് സ്കൂൾ അധികൃതർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് രക്ഷിതാക്കളടക്കം സ്കൂളിലെത്തി സ്കൂൾ അധികൃതരുമായി തർക്കമുണ്ടായിരുന്നു. വിവരമറിഞ്ഞ ചില സംഘടനാ നേതാക്കളും സ്കൂളിലേക്ക് എത്തിയിരുന്നു. KSU, SFI അടക്കമുള്ള സംഘടനകൾ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരുന്നു. പ്രതിഷേധം ഒരു തർക്കത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പോലീസ് ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ ഇതിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്കൂളിലേക്ക് സംഘടിച്ചെത്തി പ്രതിഷേധമുണ്ടാക്കിയെന്ന കാരണത്താൽ 8 സംഘടനാ നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ 8 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെ തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടില്ല എന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്. ജുവൈനൈൽ ആക്ട് പ്രകാരം സ്വമേധയാ കേസെടുക്കേണ്ട ഒരു കുറ്റമായിരുന്നിട്ട് പോലും ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും ബാലാവകാശ കമ്മീഷനും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തര റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും തൃക്കാക്കര പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്വമേധയാ ഒരു കേസെടുക്കുന്ന ഇടപെടൽ പോലും ഉണ്ടായില്ലെന്നാണ് നിലവിൽ പൊതുപ്രവർത്തകരൊക്കെ തന്നെ ആരോപണവുമായി എത്തിയിരിക്കുന്നത്. അതേസമയം പോലീസ് ഇപ്പോൾ നിലവിൽ ചുമത്തിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിനെതിരെ പ്രതിഷേധവുമായി എത്തിയ 8 പേർക്കെതിരെ സംഘടനാ നേതാക്കൾക്കെതിരെ കേസെടുക്കുകയാണ് ഉണ്ടായത്. സ്കൂളിനെതിരെ നിലവിൽ തൃക്കാക്കര പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. സുഹൈൽ, വെണ്ടക്കാക്ഷരത്തിൽ ആ കുടുംബം ഒരു പരാതി അവിടെ നൽകിയിട്ടുണ്ട് സൂര്യ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ജുവൈൻ ജസ്റ്റിസ് ആക്ട് പ്രകാരം നൽകിയ പരാതിയിൽ സ്വമേധയാ എടുക്കണമെന്നില്ല. ഒരു പരാതി അവിടെ കിടക്കുമ്പോൾ ആ പരാതിയിൽ കേസെടുക്കാത്തതിന് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? അതിനോടൊപ്പം ഇത്തരത്തിലൊരു സംഭവം നടന്നതിൽ തുടർ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ സൂര്യ? കുട്ടികളുടെ രക്ഷിതാക്കൾ ഇന്നലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചിരുന്നു. പക്ഷേ പരാതി നിലവിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് നൽകിയിട്ടില്ല. സ്കൂൾ മാനേജർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിനുമാണ് കുട്ടികളുടെ രക്ഷിതാക്കൾ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ജുവനൈൽ ആക്ട് പ്രകാരം തൃക്കാക്കര പോലീസിന് ഈ ഒരു റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായിട്ടില്ല. സ്കൂൾ മാനേജ്മെന്റ് പകരം ഈ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയാണെങ്കിൽ അത് പ്രകാരം കേസെടുക്കാമെന്നുള്ള ഒരു വിവരം ലഭിച്ചെന്നാണ് നമ്മളോട് കുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളൊക്കെ ഉണ്ടായത്. പക്ഷേ അതേസമയം ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് ഒരാഴ്ചയ്ക്കകം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ വിദ്യാഭ്യാസ വകുപ്പിനോടും അതായത് എറണാകുളം DDയോടും ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം വിഷയം സമഗ്രമായി പഠിച്ച് പൂർണ്ണ റിപ്പോർട്ട് നൽകി എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. വൈകി എത്തിയെന്നൊരു കാരണത്താൽ ഏതെങ്കിലും ഒരു സ്കൂളിലെ ആർക്കും തന്നെ ഇത്തരത്തിൽ ഈ കുട്ടികളുടെ മനോനില വഷളാക്കുന്ന രീതിയിലുള്ള ഒരു നടപടിക്കും സ്വീകരിക്കാൻ സാധിക്കില്ല. ഇനി വൈകി എത്തരുതെന്ന് മാത്രം പറയാനുള്ള ഒരു നിർദ്ദേശമാണ് ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വിഷയത്തിൽ ഒരാഴ്ചയ്ക്കകം അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുഹൈൽ, എന്തായാലും സ്കൂളിൽ വൈകിയെത്തുന്ന ആദ്യത്തെ കുട്ടിയും അവസാനത്തെ കുട്ടിയും അല്ല അത്. എന്തായാലും ഇന്നലെ ചുമ്മാതെ സമയം കളയാൻ സ്കൂളിൽ പ്രതിഷേധത്തിനെത്തിയ വിദ്യാർത്ഥി സംഘടനകളല്ല, കൃത്യമായ ഒരു കോസിന്റെ പുറത്ത് കൃത്യമായ ഒരു കാരണത്തിന്റെ പുറത്ത് പ്രതിഷേധിക്കാൻ എത്തിയവരാണ്. പ്രതിഷേധിച്ചവർക്കെതിരെ കേസുണ്ട്. ആ സംഭവത്തിനിടയാക്കിയ സ്കൂളിനെതിരെ മാനേജ്മെന്റിനെതിരെ ഇപ്പോഴും കേസെടുക്കാൻ തൃക്കാക്കര പോലീസിന് മടിയാണ്, ചിലപ്പോൾ പേടിയാണ്. സൂര്യശ്രീയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.